അമേരിക്കൻ സ്റ്റെൽത്ത് ശക്തിയെ വെല്ലുവിളിച്ച് ഇറാൻ വീണ്ടും ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന സൈനിക അവകാശവാദങ്ങളുമായി രംഗത്ത്. ഗൾഫ് മേഖലയ്ക്ക് മുകളിലൂടെ തന്നെ പറന്ന അമേരിക്കയുടെ IQ-9 റീപ്പർ ഡ്രോൺ തങ്ങളുടെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വീഴ്ത്തിയെന്നതാണ് ഇറാന്റെ അവകാശവാദം. ഇതോടൊപ്പം തന്നെ അമേരിക്കയുടെ അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനമായ ലോക്ഹീഡ് മാർട്ടിൻ F-35 ലൈറ്റനിംഗ് 2 ട്രാക്ക് ചെയ്തതായും ഇറാൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളടക്കം ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലാണിപ്പോൾ അന്താരാഷ്ട്ര പ്രതിരോധ ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആകാശ നിരീക്ഷണത്തിനും കൃത്യമായ ആക്രമണത്തിനുമായി തന്നെ ഉപയോഗിക്കുന്ന അത്യാധുനിക ആളില്ലാ യുദ്ധവിമാനമാണ്. അതിനെ വീഴ്ത്തിയെന്ന അവകാശവാദം തന്നെ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും വലിയ ചോദ്യങ്ങൾ ഉയരുന്നത് ലോക്ഹീഡ് മാർട്ടിൻ F-35 ലൈറ്റനിംഗ് 2 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിനെ കണ്ടെത്തിയെന്ന ഇറാന്റെ വാദത്തോടാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും അത്യാധുനികവുമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിൽ ഒന്നായാണ് F-35 ഉപയോഗിക്കുന്നത്. സാധാരണ റഡാർ സംവിധാനങ്ങളിൽ ഈ വിമാനങ്ങളെ കണ്ടെത്തുക ആത്യന്തികം ദുഷ്കരമാണ്. വളരെ കുറഞ്ഞ റഡാർ സിഗ്നേച്ചറാണ് ഈ യുദ്ധവിമാനങ്ങൾ പുറത്തുവിടുന്നത്. റഡാർ സ്ക്രീനുകളിൽ ഏകദേശം ഒരു ഗോൾഫ് ബോളിന്റെ വലുപ്പത്തിൽ മാത്രമാണ് അവ പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ട് തന്നെ F-35 പോലുള്ള സ്റ്റെൽത്ത് ജെറ്റുകൾ കണ്ടെത്തുക ലോകത്തിലെ ഭൂരിഭാഗം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും വലിയ വെല്ലുവിളി തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാൻ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രതിരോധ ലോകത്ത് വലിയ ചർച്ചയാകുന്നത്. അമേരിക്കയുടെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയ്ക്ക് വെല്ലുവിളിയാണോ ഇതെന്നതാണ് ചോദ്യം. അതോ ഇറാന്റെ മാനസിക യുദ്ധത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അതേസമയം അമേരിക്ക ഇതുവരെ ഇറാന്റെ അവകാശവാദങ്ങളെ കുറിച്ച് ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. എന്നാൽ പശ്ചിമേഷ്യയിൽ നേരത്തെ തന്നെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പുതിയ അവകാശവാദങ്ങൾ മേഖലയിൽ കൂടുതൽ സുരക്ഷാ ആശങ്കകൾക്ക് വഴിവെക്കുമെന്നതാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സാങ്കേതിക പോരാട്ടം പുതിയ തലത്തിലേക്ക് കടക്കുമോ എന്നതും ചോദ്യമാണ്. ലോകം ഇപ്പോൾ അതീവ ശ്രദ്ധയോടെയാണ് ഈ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നതും. ഇതിന് പുറമെയാണ് ഹോർമൂസ് കടലിടുക്കിനടുത്ത് ഒരു US IQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടതായി തന്നെ ഇറാൻ അവകാശപ്പെടുന്നത്. ഇത് ഇറാൻ വികസിപ്പിച്ചെടുത്ത പുതിയൊരു വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കുകയാണ് ചെയ്തത്. അരാഖ്-ഇ-കാർമിഗിൻ എന്നതാണ് ഈ പുതിയ സംവിധാനത്തിന്റെ പേര്. അതേസമയം ഇത്തരം ഒരു സംവിധാനം വികസിപ്പിച്ചെടുത്ത കാര്യത്തിൽ കൂടുതൽ വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഹർസ് എന്ന ഒരു ചാനലാണ് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.